ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ജൂനിയർ NTR വെച്ച് കോരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് ദേവര പാർട്ട് 1. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമയുടെ ട്രെയിലർ എത്തിയിട്ടുണ്ടായി 2 ദിവസം മുന്നേ. അനിരുദ്ധാണ് മ്യൂസിക് കൊടുക്കുന്നത്. നമുക്ക് ട്രെയിലർ റിയാക്ഷനിലേക്ക് പോവാം. ഓക്കെ, അവർ യഥാർത്ഥത്തിൽ ആരാണ്? കുലവുമില്ല, മതവുമില്ല, ഭയം അതവർക്ക് അറിയില്ല. ധൈര്യമല്ലാതെ മറ്റൊന്നും അറിയാത്ത കണ്ണുകളിൽ മുൻപൊരിക്കലുമില്ലാത്ത ഭയത്തെ അന്ന് കാണാൻ കഴിഞ്ഞു. ആരെതിനൊക്കെ ഉത്തരവാദി? അതൊരു നീണ്ട കഥയാണ് സർ. രക്തത്തിൽ എഴുതിയ കഥ, ഞങ്ങളുടെ ദേവരയുടെ കഥ. മനുഷ്യന് വേണ്ടത് ജീവിക്കാനുള്ള ധൈര്യം, അല്ലാതെ കൊല്ലാനുള്ള ശക്തിയല്ല. നിങ്ങൾ എന്റെ വാക്ക് ധിക്കരിച്ച് ധൈര്യം കാട്ടാൻ തയ്യാറായാൽ ആ ധൈര്യത്തെ തീർക്കുന്ന ഭീകരനാവും ഞാൻ. നീ ഉള്ളിടത്തോളം കാലം ഈ മലയിൽ നീ പറയുന്നതാണ് വാക്ക് ദേവര. ദേവരയെ കൊല്ലണമെങ്കിൽ ശരിയായ സമയം മാത്രം പോരാ, ശരിയായ ആയുധവും കയ്യിൽ വേണം. എപ്പോ നോക്കിയാലും കൊച്ചു പിള്ളേരെ പോലെ പേടിത്തൊണ്ടനാ അവൻ. എനിക്ക് കെട്ടാൻ കഴിയും. അപ്പൊ നീ മലയുദ്ധത്തിന് ഇറങ്ങുന്നുണ്ടോ? നിങ്ങളെന്താ പറഞ്ഞു? അവരെന്നെ ബാക്കി വെക്കൂ. അവന് അവന്റെ അച്ഛന്റെ രൂപം മാത്രമേ ഉള്ളൂ, ധൈര്യം കിട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു ജോലിക്ക് പോയതാണെങ്കിൽ ജോലി കഴിയുമ്പോൾ ഇവിടെ തിരിച്ചു വരും. ഒരു എടുത്തിയേട്ടക്കാരനായതുകൊണ്ടായിരിക്കും അയാൾ പോയത്. ദേവര കടലിലേക്ക് ഇറങ്ങിയിട്ട് 2 വർഷം തികയാണ്. കണ്ണടച്ചാലും തുറന്നാലും കടലിനടി കണ്ടത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഭയത്തെ നിറഞ്ഞ ഇത്തരം ജോലികൾക്ക് നിങ്ങൾ കടലിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ കണ്ണിൽപ്പെടാത്ത ഭയമായി മാറാൻ പോവുകയാണ്. ഓക്കെ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ പടത്തിലെ മിക്ക ഫൈറ്റ് സീൻസും ഈ തെലുങ്ക് ഓഡിയൻസിന് വേണ്ടിയുള്ളതായിരിക്കും. അതായത് ചവിട്ടുമ്പോൾ തെറിക്കുക അങ്ങനത്തെയൊക്കെ ആയിരിക്കും. എന്തായാലും സിനിമ സോളോ റിലീസാട്ടോ. സെപ്റ്റംബർ 27 സിനിമ ഇറങ്ങുന്നത്. അത്യാവശ്യം നല്ല പ്രതീക്ഷ കേരളത്തിലുണ്ട്. കാരണം RRന് ശേഷമാണ് സിനിമ വരുന്നത്. നോക്കാം, നല്ല സിനിമയുടെ പ്രതീക്ഷിക്കുന്നു. പിന്നെ VFX ആണ് ഒരു പ്രശ്നം. കാണിച്ചിരിക്കുന്ന VFX ഓക്കെ ആണോന്ന് വെച്ചാൽ ഓക്കെ ആണ്, ഓക്കെ അല്ല എന്ന് വെച്ചാൽ ഓക്കെ അല്ല. അങ്ങനത്തെ രീതിയിലാണ് VFX പോകുന്നത്. മ്യൂസിക് ഞാൻ പ്രതീക്ഷിച്ചു കുറേ ഇങ്ങനെ ബ്ലാസ്റ്റ് വരും. പക്ഷേ അത്ര അങ്ങനെ ഒരു ബ്ലാസ്റ്റ് സംഭവമൊന്നും ഞാൻ കണ്ടില്ല. അനിരുദ്ധാന്ന് വെച്ചപ്പോൾ കുറേയും കൂടി ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല. പിന്നെ അവസാനം കാണിച്ചിരിക്കുന്ന ഡോൾഫിൻ, ഇതൊക്കെ പക്ക തെലുങ്ക് ഫ്ലേവർ തന്നെയായിരിക്കും. ഒരു കഥ എനിക്ക് തോന്നുന്നു ഒരു സ്ഥിരം കഥയായിരിക്കും. മിക്കവാറും വേറെ എന്തെങ്കിലും ഘടകമായിരിക്കും സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. കഥയോ ഇമോഷൻസോ. കഥ എനിക്ക് തോന്നുന്നു ഒരു സ്ഥിരം ടെംപ്ലേറ്റ് അയക്കാൻ സാധ്യതയുണ്ട്. ട്രെയിലർ കണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. നമുക്ക് നോക്കാം. നല്ല പ്രതീക്ഷയുള്ള സിനിമയാട്ടോ. എന്തായാലും കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെയാണ്. ആ അവസാനത്തെ ഡോൾഫിൻ്റെ സംഭവം ഇവിടെയാണെങ്കിൽ ട്രോളാവും. പക്ഷെ അവിടെ ചിലപ്പോൾ അത് ഭയങ്കര മാസമായി എല്ലാവരും ആഘോഷിക്കുന്ന സീനായിരിക്കും. അതൊക്കെ നോക്കാം. നല്ല സിനിമയുടെ പ്രതീക്ഷിക്കുന്നു. പഠിച്ചു കണ്ട് ബൈ.